കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നിന്നുള്ള എൻ്റെ ആലയത്തെക്കുറിച്ച ആ തീഷ്ണത അത് അവനെ വിഴുങ്ങിക്കളഞ്ഞു എന്ന ഒരു വാക്യത്തെ അടിസ്ഥാനമാക്കിയായിരുന്നുവല്ലോ. അത് യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ യേശു യെരൂശലേം ദേവാലയം ശുദ്ധീകരിക്കുന്നതും ആ യേശുവിൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വന്ന ആ തീഷ്ണത, താൻ ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ യേശുവിൻ്റെ ജീവിതത്തിൽ നിന്ന് ശിഷ്യന്മാർക്ക് കാണുവാൻ കഴിഞ്ഞ ആ തീഷ്ണത ഓർത്തപ്പോൾ അവർക്ക് ഈ വചനം ഓർമ്മ വന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. പ്രാവുകളെ വിൽക്കുന്നവരോട് അവൻ കൽപ്പിച്ചു, ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകുവിൻ. എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. ഇവിടെ നമ്മൾ കാണുന്നത് സ്വാഭാവികമായും യേശു വളരെ ആലോചിച്ചും പരിശുദ്ധാത്മാ പ്രേരണയാൽ ചെയ്ത ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ അത് ശിഷ്യന്മാരാ യേശുവിൻ്റെ ആ പ്രവൃത്തിയെ കണ്ടപ്പോൾ സത്യസന്ധമായി യേശു ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യുന്ന ആ പ്രവൃത്തി കണ്ടപ്പോൾ ശിഷ്യന്മാർക്ക് ലേശം പോലും സംശയം തോന്നിയില്ല. അവർ ഈ ഭാഗ്യമാണ് അവർക്ക് ഓർമ്മ വന്നത്, എൻ്റെ ആലയത്തെക്കുറിച്ച തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്ന്. നമ്മൾ ആദ്യം പാടിയ പാട്ട് യേശുവിനെ പോലെ ആകുവാനാണ് നമ്മുടെ ആഗ്രഹം എന്നതായിരുന്നു. സ്വാഭാവികമായും യേശുവിൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട ആ ആലയത്തെക്കുറിച്ച തീഷ്ണത, ആ എരിവ്, അത് നമുക്കും ആഗ്രഹിക്കാവുന്ന ഒന്നാണ്. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഇൻഹെറിറ്റൻസ് ആണ്. വാസ്തവമായും ആലയത്തെക്കുറിച്ച ആ ഒരു എരിവിനാൽ ഞാനും നിങ്ങളുമൊക്കെ നിറയപ്പെടേണ്ടവരാണ്. അപ്പൊ എന്തായിരുന്നു അതിൻ്റെ രഹസ്യമെന്ന് വാസ്തവത്തിൽ അതിൻ്റെ തൊട്ടടുത്ത വാക്യത്തിൽ തന്നെ യേശു മറുപടി നൽകുന്നുണ്ട്. യേശുവിൻ്റെ ഈ അത്യന്തം അസാധാരണമായ ഈ പ്രവൃത്തി കണ്ട ആളുകൾ, പരീശന്മാര് യേശുവിനോട് ചോദിക്കുന്നുണ്ട്, എന്ത് അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നീ ഈ പ്രവൃത്തി ചെയ്തത് എന്ന്. അപ്പോ നമ്മളത് അടുത്ത വാക്യത്തിൽ വായിക്കുന്നു. 18-ാമത്തെ വാക്യം, യഹൂദർ അവനോട് ചോദിച്ചു, ഇത് ചെയ്യുവാൻ നിനക്ക് അധികാരമുണ്ടെന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുന്നത്? യേശു മറുപടി പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക. 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. യഹൂദർ ചോദിച്ചു, ഈ ദേവാലയം പണിയുവാൻ 46 സംവത്സരം എടുത്തു, വെറും 3 ദിവസത്തിനകം നീ അത് പുനഃസ്ഥാപിക്കുമോ? എന്നാൽ അവൻ പറഞ്ഞത് അവന്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്. വാസ്തവത്തിൽ യേശു അവരോട് പറഞ്ഞത്, ഞാൻ തന്നെ ദൈവത്തിൻ്റെ ആലയമാണ് എന്നാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ ജഡരൂപമായി നമ്മുടെ ഇടയിൽ പാർത്തു. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ പറയുന്നത് എങ്ങനെയാണ്, ഹി ടാബർനാക്കിൾഡ് എമംഗ് us. അവൻ ഒരു സമാഗമന കൂടാരം പോലെ ഞങ്ങൾക്കൊപ്പം പാർത്തു. ഹി ഹിംസെൽഫ് വാസ് എ ടെമ്പിൾ ഓഫ് ഗോഡ്. അവൻ ദൈവത്തിൻ്റെ സാക്ഷാൽ ആലയമായിരുന്നു. നാമും ദൈവത്തിൻ്റെ ആലയമായി മാറുമ്പോൾ സ്വാഭാവികമായും ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ച തീഷ്ണത, ആ സീൽ, ആ എരിവ് നമ്മുടെ ഉള്ളിൽ നാം പോലും അറിയാതെ കടന്നു വരും. അപ്പൊ യേശു വാസ്തവത്തിൽ അവരോട് പറഞ്ഞ മറുപടി ഇതാണ്, ഐ മൈസെൽഫ് ഈസ് എ ടെമ്പിൾ. ഞാൻ തന്നെ ദൈവത്തിൻ്റെ ആലയമാണ്. ഞാനിങ്ങനെ ഓർക്കാറുണ്ട്, യോഹന്നാൻ തൻ്റെ സുവിശേഷം എഴുതുമ്പോൾ
അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ ലോകത്തിന്റെ വെളിച്ചമായിരുന്നു എന്നാണ് യോഹന്നാൻ എഴുതുന്നത്. വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു, അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ ഈ ലോകത്തിന്റെ പ്രകാശമായിരുന്നു. അപ്പോ ഇതിനെക്കുറിച്ച് പഴയ നിയമ പുസ്തകങ്ങളിൽ, യെശയ്യാവിന്റെ പ്രവചന പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ പഴയ നിയമ പ്രവാചകന്മാരൊക്കെ അവര് പലപ്പോഴും ഓഡിബിൾ ആയിട്ടുള്ള സ്വരങ്ങളൊന്നും ദൈവത്തിൽ നിന്ന് കേട്ടിട്ടായിരിക്കണമെന്നില്ല അവർ ഈ വാക്യങ്ങളൊക്കെ എഴുതി വെച്ചത്, ഓരോ പുസ്തകങ്ങളും എഴുതിയത്. അവര് ഓരോരോ ദർശനങ്ങൾ കാണുകയായിരുന്നു. സ്വപ്നത്തിൽ എന്ന വണ്ണം ഓരോരോ ദർശനങ്ങൾ കണ്ടിട്ട് അവർ ഈ പുസ്തകത്തിൽ ചുരുളുകളിൽ അവയൊക്കെയും എഴുതി വയ്ക്കുകയായിരുന്നു. അപ്പോൾ ഒരിക്കൽ യെശയ്യാ പ്രവാചകൻ കണ്ട ഒരു ദർശനമാണ് അത്. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 8-ാമത്തെ അധ്യായത്തില് നമ്മളത് വായിക്കുന്നുണ്ട്. അത് പുതിയ നിയമ പുസ്തകങ്ങളിലേക്ക് വരുമ്പോൾ അത് പല ആവർത്തി യോഹന്നാന്റെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. യെശയ്യാവിന്റെ പ്രവചന പുസ്തകത്തില് അത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 9-ാമത്തെ അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം: അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു, കൂരിരുളിന്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. അതിലെ ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്ന ലാൻഡ് ഓഫ് ദ ഷാഡോ ഓഫ് ഡെത്ത് എന്നാണ്. മരണനിഴലിന്റെ താഴ്വര, കൂരിരുളിന്റെ താഴ്വര, അതിൽ തപ്പിത്തടഞ്ഞ് നടന്നിരുന്ന ജനം, അവര് ഒരു വലിയ വെളിച്ചം കണ്ടു. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മുഴുവൻ ലോകത്തിന്റെയും പ്രകാശമായിരുന്നു. ഇതാണ് യോഹന്നാൻ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ കൂരിരുൾ താഴ്വര, എല്ലായിടത്തും മരണം മാത്രം കാണുന്ന ഒരു താഴ്വര. ഒരു വിഷയില് ഈ പ്രവാചകൻ കാണുന്നത് തലയോട്ടികളും അസ്ഥികൂടങ്ങളും ഒക്കെ ചിതറിക്കിടക്കുന്ന അന്ധകാരം നിറഞ്ഞു നിൽക്കുന്ന ഒരു താഴ്വരയായിരുന്നിരിക്കും. അദ്ദേഹത്തിന്റെ കാവ്യഭാഷയില് ഇത് എഴുതി വെച്ചു: കൂരിരുളിന്റെ താഴ്വര, മരണനിഴലിന്റെ താഴ്വര, അന്ധകാരത്തിന്റെ താഴ്വര. അവിടെ തപ്പിത്തെരഞ്ഞു നടന്ന മനുഷ്യർ ഒരു വലിയ വെളിച്ചം കണ്ടു. കാരണം അന്നുവരെ ഒരു ദൈവാലയം പോലെ അല്ലെങ്കിൽ ദൈവിക സാന്നിധ്യം ഉള്ളിൽ വഹിച്ച ഒരു മനുഷ്യൻ ഈ ഭൂമുഖത്ത് ജീവിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ എഴുതിയിരുന്നത്, ഇൻ ഹിം വാസ് ലൈഫ് ആൻഡ് ദാറ്റ് ലൈഫ് വാസ് ദ ലൈറ്റ് ഓഫ് മാൻകൈൻഡ്. പ്രിയ സഹോദരങ്ങളെ, എന്നാൽ ഇന്ന് ആ അവസ്ഥയല്ല. ഇന്ന് യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, ആസ് ജീസസ് ഈസ് സോ ആർ വി ഇൻ ദിസ് വേൾഡ്. എന്നെയും നിങ്ങളെയും ഒക്കെ ഓരോ സ്ഥലങ്ങളിൽ ദൈവമാക്കി വെച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള വെളിച്ചങ്ങളായിട്ടാണ്. ഇന്നും പ്രവാചകൻ കണ്ട ആ ദർശനത്തിന് വലിയ മാറ്റമില്ല. ഇന്നും അന്ധകാരമാണ് നമുക്ക് ചുറ്റും നാം കാണുന്നത്. എവിടെ നോക്കിയാലും ആത്മീയ മരണമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അവയ്ക്കിടയിൽ ദൈവം പ്രകാശമായി നിർത്തിയിരിക്കുന്ന ആളുകളാ നമ്മളൊക്കെ. അപ്പോ നമ്മുടെ ജീവിതത്തിൽ നാം ഇങ്ങനെ ആലയമായി മാറുമ്പോൾ തീർച്ചയായും ആ ആലയത്തെക്കുറിച്ച, ദൈവസഭയെക്കുറിച്ച ഈ എരിവ്, ഈ തീഷ്ണത നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വരും. ഞാനിങ്ങനെ ബ്രദർ പറഞ്ഞപ്പോ ഞാൻ ഓർക്കുകയായിരുന്നു, ബഹ്റൈനില് ഒരു ദൈവസഭ എങ്ങനെയാണ് ആദ്യമായി രൂപം കൊണ്ടത് എന്ന് ചോദിച്ചാൽ, അതേതെങ്കിലും 1-2 ആളുകള് പ്രത്യേക രീതിയിലുള്ള പ്ലാനിങ് നടത്തി ഒരു ദൈവദാസനെ അവിടേക്ക് വിളിച്ചു വരുത്തുകയോ ഒരു മീറ്റിംഗ് ക്രമീകരിക്കുകയോ അങ്ങനെയൊന്നും ആയിരുന്നില്ല. ബ്രദർ സാക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം ബഹ്റൈനില് സ്റ്റക്കായി പോയി. അദ്ദേഹം വാസ്തവത്തിൽ ബഹ്റൈൻ വഴി ട്രാൻസിറ്റില് അദ്ദേഹം ഖത്തറിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. എന്തോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവിടുത്തെ ചില ഗവൺമെന്റ് ഓഫീസുകൾ എല്ലാം ഒരു 5-6 ദിവസത്തേക്ക് അനിശ്ചിതമായി അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന് വിസ, അവിടെ നിന്ന് ഖത്തറിലേക്കുള്ള വിസ പ്രിന്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ടായി. അപ്പൊ അദ്ദേഹം
അവിടെ പരിചയമുള്ള ഒന്ന് രണ്ട് സഹോദരങ്ങളെ കാണുവാനാണ് വാസ്തവത്തിൽ ബ്രദർ സാക്ക് ബഹനിൽ ഇറങ്ങിയത്. അപ്പൊ ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം അവിടെ സ്റ്റക്കായപ്പോൾ അവർ തമ്മിൽ പറഞ്ഞു, ദെൻ വൈ കാൻ വി അറേഞ്ച് സം മീറ്റിംഗ്സ്. അങ്ങനെയാണ് അവിടെ അന്ന് ഇന്നത്തെ പോലെ വാർത്താ മാധ്യമങ്ങളൊന്നും ഇത്രമാത്രം സജീവമല്ലാത്ത സാഹചര്യത്തില് അവിടെ അങ്ങനെ ആ ഒരു ചെറിയ വീട്ടിൽ വെച്ച് അവര് ഒരു പരസ്യയോഗം പ്രഖ്യാപിക്കുകയും അങ്ങിങ്ങായി ഉണ്ടായിരുന്ന അവിടെയും ഇവിടെയും നിന്നൊക്കെ കുറെ ആളുകൾ ആ മീറ്റിങ്ങുകൾ കേൾക്കുവാനായി വരികയും ചെയ്തു. വലിയ യാതൊരു വിധത്തിലുള്ള മുന്നൊരുക്കങ്ങളുമില്ലാതെ നമുക്ക് യാദൃശ്ചികമെന്ന് തോന്നുന്ന രീതിയിൽ, എന്നാൽ ദൈവം മുന്നേ നിശ്ചയിച്ചുറച്ച രീതിയിലുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു അത്. അപ്പോ രസകരമായ ഒരു കാര്യം, ആ സമയത്ത് അവിടെ ഈ വാഹനങ്ങളുടെ വീൽ കപ്പുകൾ മോഷ്ടിക്കുന്ന ചില ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇതാരാണ് ഈ വീൽ കപ്പുകൾ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതെന്ന് അറിയുവാൻ വേണ്ടി അന്ന് പ്രത്യേക മാർഗങ്ങളൊന്നുമില്ല. അന്ന് ഈ വീഡിയോ റെക്കോർഡർ ആരുടെയും തന്നെ കയ്യിൽ ഇല്ല. വളരെ അപൂർവമായി മാത്രമായി വീഡിയോ റെക്കോർഡർ ആ നാളുകളിലുള്ളത്. അപ്പോ ആ വീട്ടിൽ വാസ്തവത്തിൽ ഈ വണ്ടിയുടെ വീൽ കപ്പ് മോഷ്ടിക്കുന്നത് ആരാണ് എന്ന് നോക്കുവാൻ വേണ്ടി രാത്രി റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്നതിന് വേണ്ടി അവരൊരു അമേരിക്കയിൽ നിന്ന് വന്ന ഒരു സഹോദരൻ മുഖാന്തരം ഒരു വീഡിയോ ക്യാമറ ആ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അത് തികച്ചും യാദൃശ്ചികമെന്ന് നമുക്ക് തോന്നാം. പക്ഷെങ്കിൽ ഈ വീഡിയോ ക്യാമറ വളരെ അപൂർവമായി മാത്രം ലഭ്യമായിരിക്കുന്ന ഈ വീഡിയോ ക്യാമറ ആ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ സഹോദരങ്ങളിൽ ആരോ പറഞ്ഞു, നമുക്ക് ഈ മീറ്റിങ്ങുകൾ റെക്കോർഡ് ചെയ്യാം, ഇത് പിന്നീട് ആർക്കെങ്കിലും ഉപകാരമായാൽ. അങ്ങനെ അന്നു മുതൽ നടന്ന ആ പ്രത്യേകാൽ ക്രമീകരിക്കപ്പെട്ട മീറ്റിങ്ങുകളെല്ലാം ഈ വീഡിയോ കാസറ്റുകളിലേക്ക് റെക്കോർഡ് ചെയ്യുവാനിടയായി. പിന്നീട് 1-2 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ വാസ്തവത്തിൽ ബഹനിലെ CFCയിൽ ഞാൻ ചെല്ലുന്നത്. അപ്പോ ഈ വീഡിയോ കാസറ്റുകൾ റെക്കോർഡ് ചെയ്യുകയും അപ്പൊ അങ്ങനെ തികച്ചും അവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് കേരളത്തിൽ നിന്ന് വരുന്ന മറ്റ് വിസിറ്റിംഗ് പാസ്റ്റേഴ്സ് പ്രസംഗിക്കുന്നതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ രീതിയിലുള്ള ദൈവവചനം അവര് കേൾക്കുവാനിടയായി. യേശു അനുഗ്രഹിക്കുന്ന ദൈവമാണെന്നും യേശു രോഗികളെ സൗഖ്യമാക്കുന്ന ദൈവമാണെന്നും മുൻപോട്ട് വന്ന് നിങ്ങൾ രോഗശാന്തിക്ക് വേണ്ടി തല കുമ്പിടുവാൻ പറയുന്ന പാസ്റ്റർമാരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി യേശു നമുക്ക് മുൻപേ നടന്നവനാണ്. യേശു നമ്മുടെ മുന്നാടിയാണ്. യേശുവിനെ നമുക്ക് പിൻപറ്റുവാൻ സാധിക്കും എന്ന ആ തേജസ്സിന്റെ സുവിശേഷം അദ്ദേഹം അവിടെ പ്രസംഗിച്ചു. അത് കേട്ടപ്പോ ചില ആളുകൾ ചോദിച്ചു ഇയാൾ എന്താണ് ഈ പറയുന്നത്, യേശുവിനെ പോലെ ആകുക നമുക്ക് സാധ്യമാണോ? എന്നാൽ അതേ മീറ്റിങ്ങിൽ നിന്ന് തന്നെ പുറത്തു വന്ന ഏതാനും സഹോദരന്മാർ നിറമെഴികളോടെയാണ് ഇറങ്ങി വന്നത്. യെസ്, ഇറ്റ്സ് എ ഗ്രേറ്റ് ഗോസ്പൽ. യേശുവിനെ പിൻപറ്റുവാൻ നമുക്കാവുമെങ്കിൽ അവനും അവൾക്കും അതാവാമെങ്കിൽ എനിക്കെന്തുകൊണ്ടത് സാധ്യമല്ല എന്ന ആ ഒരു ഉൾവിളിയാൽ നിറയപ്പെട്ട ആളുകളായി ഏതാനും സഹോദരങ്ങൾ ആ മീറ്റിങ്ങിൽ നിന്ന് പുറത്തു വന്നു. പിന്നീട് അദ്ദേഹം ബ്രദർ സാക്ക് അവിടെ ഒരു പ്രാദേശിക സഭയായി നിങ്ങൾ കൂടി വരുവാനും പിന്നീട് ദൈവം നിങ്ങളെ വഴി നടത്തുന്ന വിധത്തിൽ നിങ്ങൾക്ക് പ്രാദേശിക എൽഡേഴ്സിനെ അപ്പോയിന്റ് ചെയ്ത് തരും എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു ചെറിയ കൂട്ടായ്മ സ്ഥാപിച്ചു പോയി. പിന്നീടാണ് ഞാൻ ഈ സഭയിൽ വന്നുപെടുന്നത്. പിന്നീട് ഏതാണ്ട് 2001 ഈ മീറ്റിങ്ങുകൾ നടന്നത്. 1999 ഏതാണ്ട് 20-26 വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നീട് ഞാൻ വന്നപ്പോ ഞാൻ ഈ സന്ദേശങ്ങളാൽ പിടിക്കപ്പെട്ടവനായി ഞാൻ ഈ പ്രാദേശിക സഭയിൽ വന്നപ്പോൾ മറ്റൊരു സഹോദരൻ മുഖാന്തരം ഈ പ്രസംഗിക്കപ്പെട്ട ഈ മെസ്സേജുകളുടെ എല്ലാം കാസറ്റ് ഒരു വീട്ടിൽ ഒരാൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, ഇതിങ്ങനെ കുറെ സാധനം ഇവിടെ ഇരിപ്പുണ്ട്, ബ്രദറിന് വേണമെങ്കിൽ ഇത് കൊണ്ടുപോ. അദ്ദേഹത്തിന് വാസ്തവത്തിൽ ഇത് എന്താണ് എന്ന് പോലും വാസ്തവത്തിൽ അറിയത്തില്ലായിരുന്നു. അദ്ദേഹം അതിനാൽ അത്രമാത്രം പിടിക്കപ്പെട്ട വ്യക്തി ആയിരുന്നില്ല. അപ്പോ അദ്ദേഹം എനിക്ക് കാസറ്റുകളെല്ലാം തന്നു. അപ്പൊ ഞാൻ ഈ വീട്ടിൽ വന്ന് ഞാൻ ഈ കാസറ്റുകൾ ഓരോന്നായി അതിന്റെ ഓർഡറിൽ എടുത്തപ്പോ അതില് ഒന്നാമത്തെ മെസ്സേജ് ആദ്യമായി അദ്ദേഹം ഒരു പ്രവാസത്തിലേക്ക് കടന്നു പോയിരിക്കുന്ന ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക് മധ്യത്തിൽ ബ്രദർ സാക്ക് ദൈവാത്മാവിനാൽ പ്രേരിതനായി അദ്ദേഹം പ്രസംഗിച്ചത് നമ്മൾ പറഞ്ഞ വിഷയം പോലെ എൻ്റെ ആലയത്തെ കുറിച്ച എരിവ് എന്നെ വിഴുങ്ങിക്കളഞ്ഞു എന്ന് പറയുന്നത് പോലെ ദൈവ സഭയോടുള്ള ബന്ധത്തില് വളരെയേറെ എരിവും തീഷ്ണതയും പ്രകടിപ്പിച്ച ഒരു ദൈവഭക്തനായ മനുഷ്യന്റെ
പുസ്തകത്തിൽ നിന്നായിരുന്നു. അത് നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നിന്നായിരുന്നു. അപ്പോ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ സഹോദരങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നപ്പോഴും എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് നെഹമ്യാവ് എന്ന ആ മനുഷ്യന്റെ കാര്യമാണ്. വാസ്തവത്തില് ഈ പുസ്തകത്തിൽ നിന്നായിരുന്നു ഞങ്ങളുടെ പ്രാദേശിക സഭയില് ആദ്യമായി ബ്രദർ സാക്ക് ഒരു സന്ദേശം നൽകുന്നത്. നമുക്ക് നെഹമ്യാവിന്റെ പുസ്തകത്തിലേക്ക് നമുക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഇതിന്റെ പശ്ചാത്തലം ഇവിടെയുള്ളവർക്ക് അറിവുള്ളതായിരിക്കുമെന്ന് തന്നെ ഞാൻ കരുതുന്നു. പ്രവാസത്തിലേക്ക് കടന്നുപോയ, ബാബിലോണിയ പ്രവാസത്തിലേക്ക് കടന്നുപോയ യഹൂദ ജനതയ്ക്ക് ഒരു മടങ്ങിവരവുണ്ട് എന്ന് പ്രവാചകനായ ജെറമ്യായ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് സാഹചര്യങ്ങൾ മാറുകയും ഇവരുടെ പ്രവാസം ഏതാണ്ട് 70 വർഷത്തോളം നീണ്ടു നിൽക്കുകയും ഈ 70 വർഷത്തെ പ്രവാസത്തിന് ശേഷം ഈ ബാബിലോണിയ അടിമത്തത്തിൽ നിന്ന് ഇവര് സ്വതന്ത്രരാവുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ട് ഇവിടെ. അങ്ങനെ സ്വതന്ത്രരായ യഹൂദന്മാർ യഹൂദദേശത്തേക്ക് മടങ്ങി വരികയും അവരവിടെ ചെറിയ ചെറിയ സെറ്റിൽമെന്റുകളായി അവരുടെ അവിടുത്തെ പ്രവാസം അവസാനിപ്പിച്ച് ഒരു ശേഷിപ്പ് ഈ യെരൂശലേമിലേക്ക് മടങ്ങി വരികയും ചെയ്യുന്നുണ്ട്. അപ്പോ അതാണ് ഇതിന്റെ പശ്ചാത്തലം. അപ്പോ പ്രവാസത്തിലേക്ക് ദാവീദും ശലോമോനും ഒക്കെ പണിത ദേവാലയം തകർക്കപ്പെടുകയും ഈ യഹൂദന്മാരെ എല്ലാം പ്രവാസത്തിലേക്ക് നെബൂഖദ്നേസർ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തു. എന്നാൽ ഇവരെല്ലാം മടങ്ങി വന്നതിന് ശേഷം ഈ യെരൂശലേം ദേവാലയം നമുക്കറിയാം, യെരൂശലേം ദേവാലയം പുനർ സൃഷ്ടിക്കപ്പെടുകയും യഹൂദന്മാർ യെരൂശലേമിൽ വന്ന് പാർക്കുകയും ചെയ്യുന്ന സാഹചര്യം. എന്നാൽ ഈ മനുഷ്യൻ, ഈ ദൈവഭക്തനായ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പേര് നെഹമ്യാവ് എന്നാണ്. ഇദ്ദേഹം വാസ്തവത്തില് ഈ ബാബിലോണിയ സാമ്രാജ്യത്വത്തിന് ശേഷം ലോകത്തെ നിയന്ത്രിച്ചിരുന്ന ഏറ്റവും വലിയ അധികാര കേന്ദ്രമായിരുന്ന പേർഷ്യൻ രാജധാനിയിൽ അവിടുത്തെ രാജാവിന്റെ ഏറ്റവും വിശ്വസ്തനായ വ്യക്തിയായി ഇദ്ദേഹം അവിടെ ജോലി ചെയ്യുകയായിരുന്നു. ഇദ്ദേഹം പേർഷ്യൻ രാജാവിന്റെ പാനപാത്ര വാഹകനായിരുന്നു. എന്ന് വെച്ചാൽ അന്നത്തെ ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു രാജാവിന്റെ കൊട്ടാരത്തിലെ അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തനായ വ്യക്തിയായി ഈ നെഹമ്യാവ് അവിടെ ജോലി ചെയ്യുകയായിരുന്നു. അതാണ് ഇതിന്റെ പശ്ചാത്തലം. അപ്പോ അതിന്റെ പുസ്തകം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. ഈ നെഹമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം, അതിന്റെ ഏതാനും വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഹഖാലിയായുടെ പുത്രൻ നെഹമ്യായുടെ വാക്കുകൾ. അർത്താക്സർക്സസിന്റെ 20-ാം വർഷം കിസ്ലോവ് മാസം ഞാൻ തലസ്ഥാനമായ സൂസായിൽ ആയിരുന്നു. എന്റെ സഹോദരനിൽ ഒരുവനായ ഹനനാനി ഏതാനും ആളുകളോടുകൂടി യൂദയായിൽ നിന്ന് വന്നു. പ്രവാസത്തെ അതിജീവിച്ച യഹൂദരെയും ജെറൂസലേമിനെയും കുറിച്ച് ഞാൻ അവരോട് ആരാഞ്ഞു. അവർ പറഞ്ഞു, പ്രവാസത്തെ അതിജീവിച്ച് ദേശത്ത് കഴിയുന്നവർ കഷ്ടതയിലും അപമാനത്തിലുമാണ്. ജെറൂസലേം മതിലുകൾ തകർന്ന് കവാടം അഗ്നിക്കിരയായി അതേ പിടികിടക്കുന്നു. ഇത് കേട്ട് ഞാൻ നിലത്തിരുന്നു കരഞ്ഞു, ദിവസങ്ങളോളം വിലപിക്കുകയും ഉപവസിക്കുകയും ചെയ്തു. സ്വർഗസ്ഥനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. ഈ മനുഷ്യൻ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ, അദ്ദേഹം വാസ്തവത്തില് വളരെ സമ്പൽ സമൃദ്ധിയുടെ മധ്യത്തിൽ യാതൊരുവിധ ആകുലതകളുമില്ലാത്ത അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ രാജാവിന്റെ ഏറ്റവും വിശ്വസ്തനായ മനുഷ്യനായി ഇരിക്കുന്ന അവസരമാണ്. എന്നാൽ ഇദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ആ ബർഡൻ അത് യെരൂശലേമിനെ കുറിച്ചുള്ള ഭാരമായിരുന്നു. എന്താണ് യെരൂശലേം? അത് ആലയ നഗരമായ യെരൂശലേമിനെ കുറിച്ചുള്ള, ദൈവത്തിന്റെ ആലയ നഗരമായ യെരൂശലേമിനെ കുറിച്ചുള്ള ഹൃദയഭാരമായിരുന്നു, ആ എരിവായിരുന്നു, ആ തീഷ്ണതയായിരുന്നു ഈ മനുഷ്യനെ മുൻപോട്ട് നയിച്ചിരുന്നത്. അപ്പൊ അദ്ദേഹം ചോദിക്കുകയാണ്, ഈ സുഹൃത്തുക്കൾ വന്നപ്പോൾ, എന്താണ് ഇപ്പോഴത്തെ യെരൂശലേമിന്റെ അവസ്ഥ? പ്രവാസത്തിൽ നിന്ന് മടങ്ങിപ്പോയ ആളുകൾ എല്ലാവരും അവിടെ വന്നു, ദേവാലയം പുതുക്കി പണിതു. എന്താണ് പ്രവാസത്തിൽ നിന്ന് മടങ്ങിപ്പോയ ആളുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ? അപ്പോ അദ്ദേഹം മറുപടി പറയുകയാണ്, അവരുടെ അവസ്ഥ വളരെ കഷ്ടത്തിലാണ്. യെരൂശലേമിന്റെ പഴയ മഹത്വം അതിനിന്നില്ല.
അതിൻ്റെ മതിലുകളെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുകയാണ്. അതിൻ്റെ കവാടങ്ങൾ തീവച്ചും ചുട്ടും കിടക്കുകയാണ്. ഇത് കേട്ടപ്പോ ഈ മനുഷ്യൻ വ്യസനം കൊണ്ട് കരയുന്നതായിട്ടാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം പറയുന്നു, ഞാനിത് കേട്ടപ്പോൾ എൻ്റെ ഹൃദയം ദുഃഖം കൊണ്ട് നിറഞ്ഞു. ഞാൻ പിന്നീട് ദുഃഖിച്ച് കരഞ്ഞ് എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. നമുക്കൊക്കെ നമ്മൾ വിട്ടുപോകും, നമ്മളുടെ ജന്മസ്ഥലത്തോട് പ്രത്യേക സ്നേഹവും ഒക്കെ കാണും. പക്ഷെ അത് വാസ്തവത്തിൽ അത് ഭൂപ്രദേശത്തോടുള്ള സ്നേഹമല്ല, മറിച്ച് അവിടെയുള്ള നമ്മളുടെ ബന്ധുമിത്രാദികളോടും ചാർച്ചക്കാരോടും ഒക്കെയുള്ള ഒരു അടുപ്പം. അതല്ല. എന്താണ് ഈ മനുഷ്യനെ അതിനും അപ്പുറമായി ഈ ജെറൂസലേമിനെ ജെറൂസലേമിന്റെ അവസ്ഥ എങ്ങനെയാണ് എന്ന് അറിയുവാൻ ഇദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകം? നമുക്കറിയാം, ഇസ്രയേലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന എസെക്കിയേലിന്റെ പ്രവചന പുസ്തകം 5-ാം അധ്യായം 5 പറയുന്നത്, ദിസ് ഈസ് ജെറൂസലേം ആൻഡ് ഐ ഹാവ് കെപ്റ്റ് യു ഇൻ ദ മിസ്റ്റ് ഓഫ് ദ നേഷൻസ്. ഇത് യെരൂശലേം ആവുന്നു, ഇവളെ ഞാൻ ജാതികളുടെ മധ്യേ ആക്കി വെച്ചിരിക്കുന്നു. യെരൂശലേമിനെ ദൈവം ജാതികളുടെ മധ്യേ ആക്കി വെച്ചിരിക്കുന്ന ഒരു ജനതയായിരുന്നു. സത്യദൈവത്തിന്റെ സന്ദേശം മുഴുവൻ ലോകർക്കും പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി ദൈവം ആക്കി വെച്ചിരുന്ന ജനതയായിരുന്നു യെരൂശലേം. യെരൂശലേമിന്റെ മഹത്വപൂർണമായ നാളുകളെ കുറിച്ച് അറിവുള്ളവനായിരുന്നു നെഹമ്യാവ്. മാത്രമല്ല, യെരൂശലേമിനെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി എന്താണ് എന്നതിനെ കുറിച്ച് കൃത്യമായ അവബോധവും ദർശനവും ഉണ്ടായിരുന്ന മനുഷ്യനായിരുന്നു ഈ നെഹമ്യാവ്. നമുക്കറിയാം, എബ്രാഹിമിനെ ദൈവം വിളിച്ച് വേർതിരിക്കുമ്പോൾ എബ്രാഹിമിനോട് ദൈവം പറയുന്നുണ്ട്, ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, എല്ലാ വിഷയങ്ങളിലും ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹ വിഷയമായി തീരും. അപ്പൊ അവിടെ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റുന്ന കാര്യം ഇതാണ്. ദൈവം അബ്രാഹാമിനോട് പറയുന്നത്, ഞാൻ നിന്നെ എല്ലാ വിധത്തിലും അനുഗ്രഹിക്കുമെന്നാണ്. അതിന്റെ ഒടുവിൽ പറയുന്നത്, സോ ദാറ്റ് യു വിൽ ബി എ ബ്ലെസ്സിങ് ഫോർ പീപ്പിൾ അറൗണ്ട് യു. ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നത് നീ എന്തെങ്കിലും പ്രത്യേകതകൾ ഉള്ളത് കൊണ്ടല്ല, പിന്നെയോ ഐ വാണ്ട് യു ടു ബി എ ബ്ലെസ്സിങ് ഫോർ ദ പീപ്പിൾ അറൗണ്ട് യു. ഇതായിരുന്നു അബ്രാഹാമിനെ ദൈവം വിളിച്ച് വേർതിരിക്കുമ്പോൾ, ദൈവം അനുഗ്രഹിക്കുമ്പോൾ ദൈവം അബ്രാഹാമിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നത്. നമ്മളും പലപ്പോഴും നമ്മുടെ ഭൗമിക ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു അസാധ്യമെന്ന് തോന്നുന്ന കാര്യം, ചിലപ്പം നമ്മൾക്ക് പോലും പ്രതീക്ഷയില്ലാത്ത ചില കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മളുടെ മക്കളുടെ ജീവിതത്തിലൊക്കെ ചിലപ്പം ഉണ്ടായെന്ന് വരാം. അപ്പോ നമുക്ക് പോലും പ്രതീക്ഷയില്ലായിരുന്നു ഇത് നടക്കുമെന്ന്. പക്ഷെങ്കിൽ അതിൽ നമുക്കൊരു സൂപ്പർ നാച്ചുറലുള്ള അമാനുഷികമായ ഒരു ദൈവത്തിന്റെ ഇടപെടൽ ചില കാര്യങ്ങളിൽ നടക്കുന്നത് കാണുമ്പോൾ, ഭൗമിക വിഷയങ്ങളിൽ ചിലത് നടക്കുന്നത് കാണുമ്പോൾ നമ്മൾ തന്നെ വണ്ടർ ചെയ്തിരിക്കും, ഇതെന്താണ് ഇങ്ങനെ? ഐ നെവർ എക്സ്പെക്റ്റഡ് ഇറ്റ്. ദ പീപ്പിൾ അറൗണ്ട് മീ നെവർ എക്സ്പെക്റ്റഡ് ഇറ്റ്. ആരും ഇത് പ്രതീക്ഷിച്ചില്ല. എന്നാൽ ഈ വിഷയത്തിൽ ദൈവത്തിന്റെ ഒരു ഇടപെടൽ കാണുന്നു. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും വിചാരിക്കും, എന്ത് നമ്മളുടെ പ്രാർത്ഥനയുടെ ആയിരിക്കും, നമ്മളുടെ ദൈവസന്നിധിയിലുള്ള വിശ്വസ്തതയുടെ ദൈവത്തിന്റെ മറുപടി ആയിരിക്കും. നിർബന്ധമില്ല. നീ വിജാതിയരുടെ മധ്യത്തിൽ ദൈവത്തിന് വേണ്ടി ഒരു സ്റ്റെപ്പ് എടുത്തു വെച്ചവനാണ്. നിനക്ക് ഒരു വിളിയുണ്ട്. യു ആർ സപ്പോസ് ടു ബി എ ലൈറ്റ് ഇൻ എ ഡാർക്കർ വേൾഡ്. ആൻഡ് ദ ഡാർക്കർ വേൾഡ് എന്ന് നമ്മൾ പറയുന്നത് അവര് ഭൗമിക വിഷയങ്ങളിൽ മാത്രം വ്യാപൃതരായിരിക്കുന്ന ജനങ്ങളാണ്. അപ്പം കൊണ്ട് തന്നെയാണ് മനുഷ്യൻ ജീവിക്കേണ്ടതെന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോ ദൈവം നമ്മളെ ചില വിഷയങ്ങളിൽ അനുഗ്രഹിക്കുന്നത് ഒരു പക്ഷെങ്കിൽ ഈ ഒരു വിഷയത്തിനായിരിക്കും. അബ്രാഹാമിനോട് ദൈവം അതാ പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. കാരണം നിന്റെ ചുറ്റുമുള്ള ജനങ്ങൾ അവര് അപ്പം കൊണ്ട് മാത്രമാണ് മനുഷ്യൻ ജീവിക്കേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ മധ്യത്തിൽ നീ നിൽക്കുമ്പോൾ നിന്നെ ഞാൻ ഭൗമികമായി തന്നെ അനുഗ്രഹിക്കും. അങ്ങനെ മാത്രമേ നിനക്ക് നീ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ കഴിയുകയുള്ളൂ. ഇതായിരിക്കാം ഒരു പക്ഷെങ്കിൽ കാരണം. അപ്പോ നമുക്ക് മടങ്ങി വരാം. ഈ നെഹമ്യാവ്, ഇദ്ദേഹത്തിന് ഇതറിയാമായിരുന്നു. യെരൂശലേമിനെ കുറിച്ചും
ഇസ്രയേലിനെ കുറിച്ചും ദൈവത്തിന്റെ പദ്ധതി എന്തായിരുന്നുവെന്ന് ഇദ്ദേഹത്തിന് കൃത്യമായി അറിയാമായിരുന്നു. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുന്നില്ല. പ്രവാസത്തിൽ നിന്ന് ആളുകൾ മടങ്ങിപ്പോയി, ദേവാലയം പുനഃസ്ഥാപിക്കപ്പെട്ടു എങ്കിലും യെരൂശലേമിന്റെ മതിലുകൾ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുകയാണ്. അവിടെ സ്തുതി, അവിടെ ആലയത്തിന്റെ മതിലുകൾ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നു. ആലയത്തിന്റെ വാതിലുകള് തീ വെച്ചും ചുട്ടും കിടക്കുന്നു. അപ്പോ ദൈവനാമം മഹത്വപ്പെടുന്നില്ല. വിജാതിയർക്ക് മധ്യേ ദൈവനാമം നിന്ദ്യമാക്കപ്പെടുകയാണ്. ഈ ഒരു ബോധ്യമായിരുന്നു, ഇതായിരുന്നു ഇദ്ദേഹത്തിന്റെ വ്യസനത്തിന് കാരണം. അപ്പോ പ്രിയമുള്ളവരെ, ആ പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തീർച്ചയായും അറിയാം. ഇവിടെ ഒരു പക്ഷേ ഇതിനെക്കുറിച്ച് മെഡിറ്റേറ്റും ചെയ്തിട്ടുണ്ടാവും. ആ പുസ്തകം വളരെ ആവേശനിർഭരമായ അധ്യായങ്ങളാണ് ആ പുസ്തകം നമുക്ക് മുൻപിൽ പ്രദാനം ചെയ്യുന്നത്. അവസാനമാവുമ്പോൾ ഏതാനും ആഴ്ചകൾ കൊണ്ട് ഈ യെരൂശലേമിന്റെ തകർന്നു കിടക്കുന്ന മതിലുകൾ ഈ നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ അവര് പണിയുകയും ആ ആലയത്തിന് ഒരു കവാടം ഇവര് നിർമ്മിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ആ പുസ്തകത്തിന്റെ ഇതിവൃത്തം. സ്വാഭാവികമായും നമ്മിൽ ആരെങ്കിലും ഇങ്ങനെ ചിന്തിച്ചേക്കാം, എന്തിനാണ് ഇത്രയും വലിയ, ഇത്രയും വലുതെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഈ ദൈവവചനത്തില് ഒരധ്യായം മുഴുവൻ എന്തിനു വേണ്ടിയാണ് വെറും ഒരു മതിലിന്റെ നിർമ്മാണത്തെ കുറിച്ച് പറയുവാൻ വേണ്ടി എഴുതിയിരിക്കുന്നത്? ഈ പുസ്തകത്തിന്റെ ഒരധ്യായം, ഒരു ചാപ്റ്റർ മുഴുവൻ, ഒരു പുസ്തകം തന്നെ നെഹമ്യാവിന്റെ പുസ്തകം എന്നാൽ അത് വാസ്തവത്തില് കേവലം ഒരു മതിലിന്റെ പണിയാണ്. എന്തിനാണ് ദൈവം ഇങ്ങനെ ഒരു മതിലിന്റെ പണി ഇവിടെ വിശദീകരണം ഇത്രമാത്രം താല്പര്യത്തോടെ നമ്മുടെ ബൈബിളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് യെശയ്യാവിന്റെ പ്രവചന പുസ്തകത്തിലെ ഒരു ഭാഗം നമുക്കൊന്ന് വായിക്കാം. യെശയ്യാവ് 60. എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെയൊരു പുസ്തകം നമുക്ക് നൽകിയിരിക്കുന്നത്? പ്രത്യേകിച്ച് പുതിയ നിയമവിശ്വാസികളായ നമുക്ക് എന്താണ് ഇതിൽ നിന്നുള്ള ആത്മീയ പാഠം? അറുപതാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം. നിന്റെ ദേശത്ത് ഇനി അക്രമത്തെ പറ്റി കേൾക്കുകയില്ല, ശൂന്യതയും നാശവും നിന്റെ അതിർത്തിക്കുള്ളിൽ ഉണ്ടാവുകയില്ല. നിന്റെ മതിലുകളെ രക്ഷയെന്നും കവാടങ്ങളെ സ്തുതിയെന്നും നീ വിളിക്കും. ഇവിടെ പറയുന്നത് ഇത് കേവലം ഒരു മതിലിന്റെ ചിത്രമല്ല. ഇതിന്റെ പുതിയ നിയമ പൊരുൾ ഇത് നമ്മുടെ രക്ഷയ്ക്ക് നിദാനമാണ്. നിന്റെ മതിലുകൾക്ക് രക്ഷയെന്നും നിന്റെ വാതിലുകൾക്ക് സ്തുതി എന്നും പേരാകും. അപ്പോ യെരൂശലേമിന്റെ മതിലുകൾ ഇടിഞ്ഞ് കിടക്കുന്നത് കണ്ടപ്പോൾ, അവിടുത്തെ വാതിലുകൾ തീ വെച്ചും ചുട്ടും കിടക്കുന്നത് കണ്ടപ്പോൾ, ആലയത്തെക്കുറിച്ച് എരിവുണ്ടായിരുന്ന നെഹമ്യാവ് വ്യസനിച്ചു, കരഞ്ഞു എന്ന് പറയുമ്പോൾ, ഇന്ന് നമുക്ക് വാസ്തവമായും ആലയത്തെക്കുറിച്ച് എരിവ് ഉണ്ട് എങ്കിൽ നമുക്കും സമാനമായ ഒരു അനുഭവമായിരിക്കും ഉണ്ടാവുക. നമ്മുടെ രക്ഷയാവുന്ന മതില് തകർന്ന് ഇടിഞ്ഞ് പൊളിഞ്ഞു കിടക്കുകയാണ് എങ്കിൽ അത് വീണ്ടും പുതുക്കി പണിയണം. എങ്ങനെ പുതുക്കി പണിയും? ദൈവത്തിന്റെ ശക്തിയാൽ, ദൈവത്തിന്റെ സഹായത്താൽ ആ മതില് പുതുക്കി പണിയണം. അതായിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ വാഞ്ച. റോമാലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, കാരണം അത് ദൈവ ശക്തിയാണ്. രക്ഷയ്ക്കായി പ്രവർത്തിക്കുന്ന
ദൈവശക്തിയാണ് ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷം. അപ്പോൾ എന്നോട് ആരെങ്കിലും വിജാതീയരായ ആളുകൾ രക്ഷ എന്താണ്, നിങ്ങൾ ഈ വിശ്വാസികളായ ആളുകൾ രക്ഷ എന്ന് പറഞ്ഞാൽ ഞാൻ പറയും, ഇറ്റ്സ് ഓൾ അബൌട്ട് എ ട്രാൻസ്ഫോം ലൈഫ്. ഒരു രൂപാന്തരം പ്രാപിച്ച ഒരു ജീവിതത്തിന്റെ അനുഭവമാണ് രക്ഷ. എന്നാൽ ഇത് കേവലം പാപക്ഷമയല്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് അല്പം പോലും ലജ്ജയില്ല, കാരണം ഇത് രക്ഷയ്ക്കായി വ്യാപരിക്കുന്ന ദൈവശക്തിയാണ്. ഐ എം എക്സ്പീരിയൻസിങ് ദ പവർ ഓഫ് ഗോഡ് ഇൻ മൈ ലൈഫ് which transforms me from my old nature to a new being. എന്നിലെ ആ പഴയ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിന്റെ ശക്തിയാണ് രക്ഷ. അപ്പോ അതാണ് രക്ഷ പ്രിയരെ. അപ്പോ ഞാനൊരു ഉദാഹരണം പറയുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഒരിക്കൽ ബൈബിളിൽ കാണുന്നുണ്ട്, പത്രോസ് യേശുവിന്റെ അടുത്ത് ചെല്ലുമ്പോൾ പത്രോസ് ഒരുപക്ഷെങ്കിൽ ശിഷ്യന്മാരുടെ ഒരു പ്രതിനിധി എന്ന വണ്ണമായിരിക്കാം യേശുവിനോട് ചോദിക്കുന്നത്. സാധാരണ യഹൂദന്മാരുടെ ഇടയിൽ ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ 3 തവണ ക്ഷമിക്കുന്ന ഒരു പാരമ്പര്യമുണ്ടായിരുന്നു എന്ന് വായിച്ചിട്ടുണ്ട്. യേശുവിനോട് ഇദ്ദേഹം ചോദിച്ചു, ഇദ്ദേഹത്തിന് മനസ്സിലായി എന്തോ ഉന്നതമായ ജീവിത നിലവാരത്തെക്കുറിച്ചാണ് തൻ്റെ ഗുരു പ്രസംഗിക്കുന്നത്. അപ്പോൾ പത്രോസ് യേശുവിനോട് ചോദിച്ചു, എന്നോട് പിഴയ്ക്കുന്നവരോട് 7 വട്ടം ക്ഷമിച്ചാൽ മതിയോ എന്ന്. അപ്പോ പത്രോസ് അത്രമാത്രം തയ്യാറായിരുന്നു. അതായത് എൻ്റെ ഗുരുവിനെ എനിക്ക് പിൻപറ്റണമെങ്കിൽ അസാധാരണമായ ഒരു ജീവിത നിലവാരത്തിലേക്ക് ഞാൻ മാറേണ്ടുന്നതുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഞാൻ 7 വട്ടം ക്ഷമിച്ചാൽ മതിയോ? അപ്പോ യേശു പത്രോസിനോട് പറഞ്ഞു, നോ, നീ 7 വട്ടം ക്ഷമിക്കുന്നത് കൊണ്ട് പ്രശ്നം പരിഹരിക്കുന്നില്ല. നീ 70 വട്ടം ക്ഷമിക്കണം. അതായത് 490 വട്ടം നീ ക്ഷമിക്കണം. ഓ, ഇത് അത്യന്തം അസാധാരണമായ ഒരു ലൈഫ് ട്രാൻസ്ഫോർമേഷനാണ്. ഇതൊരു വലിയ രക്ഷയാ. ഇതത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. 1 വട്ടം ക്ഷമിക്കുന്നതിന് പകരം 3 വട്ടം ക്ഷമിക്കുന്നതിന് പകരം 7 വട്ടം ക്ഷമിക്കുവാൻ തയ്യാറായ മനുഷ്യനോട് യേശു പറയുകയാണ്, നീ 7 അല്ല 70 വട്ടം ക്ഷമിക്കണം. യെസ്, നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന രക്ഷ എന്നത് അത്രമാത്രം വലിയ രക്ഷയാണ്. ഇറ്റ്സ് എ ഗ്രേറ്റ് ട്രാൻസ്ഫോർമേഷൻ. അതുകൊണ്ടാണ് യേശു ക്രൂശിലായിരുന്നപ്പോഴും പറയുന്നത്, ഇവരോട് ക്ഷമിക്കണമേ എന്ന് മാത്രമല്ല, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല. ദേ ആർ ഡൂയിങ് ഇറ്റ് ഔട്ട് ഓഫ് ദെയർ ഇഗ്നോറൻസ്. അവർക്ക് ഇതിലൊന്നും വെളിച്ചം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ദേ ആർ ഡൂയിങ് വാട്ട് ദേ ഫീൽ ലൈക്ക് ടു ഡു. അതുകൊണ്ട് യേശു പറയുന്നത് എങ്ങനെയാണ്, ഇവരോട് ക്ഷമിക്കണമേ എന്നല്ല, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല. ഇത് തന്നെ ഈ യേശുവിനെ പിൻപറ്റിയ ഓരോ മിഷണറിമാരുടെയും ഓരോ രക്തസാക്ഷികളുടെയും ഒക്കെ ജീവിതം കാണുമ്പോൾ നമുക്ക് അവരെല്ലാം ടെസ്റ്റിഫൈ ചെയ്യുന്നത് ഇതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. യെസ്, എ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോംഡ് ഹ്യൂമൻ ബീയിങ്. ഒരു ഭയങ്കരമായ രൂപാന്തരത്തിന്റെ പ്രവൃത്തിയാണ്. അപ്പൊ ഞാൻ ഈ 7 വട്ടം 70 വട്ടം എന്നൊക്കെ ഉള്ളതിന്റെ ആ ഒരു കൺകോർഡൻസ് ഒരിക്കൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലാകുന്നത്, നമ്മുടെ ബൈബിളിൽ ആദ്യമായി ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ 7 വട്ടവും 70 വട്ടവും ഒക്കെ പരാമർശിച്ചിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. അവിടെ കായീൻ ആബേലിനെ കൊല്ലുന്നത് നമുക്കറിയാം, 1ാമത്തെ രക്തപാതകമാണ്. അതിനുശേഷം 2ാമത് ഒരു രക്തപാതകം നടക്കുന്നുണ്ട്. 2ാമത് ഒരു മനുഷ്യന്റെ രക്തം ചിന്തുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. അവിടെ കായീന്റെ വംശപാരമ്പര്യത്തിൽ വന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു, ലാമേക്ക്. ഈ ലാമേക്ക് ആണ് ഒരു ചെറുപ്പക്കാരനെ കൊല്ലുന്നതായി സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം വീട്ടിൽ വന്നിട്ട് പറയുകയാണ്, ആദായെ സില്ലായെ കേൾപ്പിൻ, എന്നെ മുറിവേൽപ്പിച്ച ഒരു ചെറുപ്പക്കാരനെ ഞാൻ കൊന്നു. അപ്പൊ അതിന് കാരണമായി അദ്ദേഹം പറയുന്നത്, കായീന് വേണ്ടി പ്രതികാരം ദൈവം 7 വട്ടമായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ ലാമേക്കിനുള്ള പ്രതികാരം 70 വട്ടമാണ്. വാസ്തവത്തില് കായീന് ദൈവം കൊടുത്ത അടയാളം
ദൈവത്തിന്റെ കായീനോടുള്ള ദയയുടെ ഒരു പ്രദർശനമായിരുന്നു. ഒപ്പം കായീന് അവന് തന്നെ മാനസാന്തരപ്പെടുന്നതിനുള്ള ഒരു അവസരമായിരുന്നു. ഞാൻ എൻ്റെ സഹോദരന്റെ ഘാതകനാണ് എന്നായിരുന്നു അടയാളം അവനെ എല്ലായ്പ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നത്, അല്ലെങ്കിൽ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കേണ്ടുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ കായീൻ ഒരു പക്ഷെങ്കിൽ അതില് ഊറ്റം കൊള്ളുവാൻ തുടങ്ങിക്കാണും. ഇത് ദൈവം തന്നിരിക്കുന്ന അടയാളമാണ്, എന്നെ ആരെങ്കിലും തൊട്ടാൽ ദൈവമാണ് അതിനെ പ്രതികാരം ചെയ്യുവാൻ പോകുന്നത്. അത് 1-2 തലമുറകൾ കഴിഞ്ഞു വന്നപ്പോഴേക്കും അവരതിൽ ഊറ്റം കൊള്ളുവാൻ തുടങ്ങി. ഞങ്ങൾ കായീന്റെ വംശ പാരമ്പര്യത്തിലുള്ളവരാണ്, കായീന് വേണ്ടി ദൈവം പ്രതികാരം ചെയ്യുവാൻ സന്നദ്ധനായിരുന്നു, ഞങ്ങൾ കായീന്റെ പാരമ്പര്യത്തിലുള്ളവരാണ്. വാസ്തവത്തിൽ അത് അവർക്ക് അവരെ തന്നെ എളിമപ്പെടുത്തുവാനുള്ള ഒരു അവസരമായിരുന്നു. അപ്പോ ഇതാണ് അതിന്റെ പശ്ചാത്തലം. ഈ 7 7-70 ഇന്ന് നമ്മളെയും ഒരു സാധാരണ മനുഷ്യനോട് ഒരുവൻ ദ്രോഹം ചെയ്തു, അല്ലെങ്കിൽ ഒരുവൻ പിഴച്ചു, എന്തെങ്കിലും ചെയ്താൽ ഒരാദാമ്യ മനുഷ്യൻ ഡിമാൻഡ് ചെയ്യുന്നത് വാസ്തവത്തിൽ ഇതാ: എന്നോട് ഒന്ന് പിഴയ്ക്കുന്നവനോട് 7 7 പ്രതികാരം ചെയ്യുവാനുള്ള ഒരു തയ്യാറെടുപ്പോടെയാണ് ഒരു ആദാമ്യ മനുഷ്യൻ ഈ ഭൂമിയിൽ നടക്കുന്നത്. അപ്പോ വാട്ട് എ ഗ്രേറ്റ് ട്രാൻസ്ഫോർമേഷൻ ക്രൈസ്റ്റ് ഓഫേഴ്സ് ടു ഓൾ ഓഫ് us. അങ്ങനെയുള്ള ആ ആദാമ്യ മനുഷ്യന് എത്ര വലിയ ഒരു രൂപാന്തരമാണ് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. പ്രിയരെ, ഇതാണ് നമുക്ക് ചുറ്റുമുള്ള മതിലിന്റെ അവസ്ഥ. ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങൾ നാം ശോധന ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മുടെ മതിൽ, നമ്മുടെ രക്ഷ അതെത്രമാത്രം ഫലവത്തായിട്ടുണ്ട് എന്ന്. അപ്പോ വാസ്തവമായും ആലയത്തെക്കുറിച്ച് എരിവുള്ളവരാണ് എങ്കിൽ നാം നമ്മുടെ രക്ഷ ഭയത്തോടും വിറയലോടും കൂടെ പ്രാവർത്തികമാക്കുവാൻ നാം ഇറങ്ങിത്തിരിക്കും. എനിക്ക് അവസാനമായി ഒരു വാക്യം കൂടി വായിച്ചുകൊണ്ട് ഞാൻ ഇരിക്കാം. അത് തെസ്സലോനിക്ക ലേഖനത്തിലെ 5-ാമത്തെ അധ്യായത്തിൽ നിന്നാണ്. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം. അവിടെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പൗലോസ് ഇങ്ങനെയാണ് അത് അവസാനിപ്പിക്കുന്നത്. അതിനാൽ മറ്റുള്ളവരെ പോലെ ഉറങ്ങിക്കഴിയാതെ, 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 6 മുതലുള്ള വാക്യം. അതിനാൽ മറ്റുള്ളവരെ പോലെ ഉറങ്ങിക്കഴിയാതെ നമുക്ക് ഉണർന്ന് സുബോധമുള്ളവരായിരിക്കാം. ഉറങ്ങുന്നവർ രാത്രിയിലാണ് ഉറങ്ങുന്നത്, മദ്യപിച്ച് ഉന്മത്തരാകുന്നവർ രാത്രിയിലാണ് ഉന്മത്തരാകുന്നത്. പകലിന്റെ മക്കളായ നമുക്ക് വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും കവചവും രക്ഷയുടെ പ്രത്യാശയാകുന്ന പടത്തൊപ്പിയും ധരിച്ച് സുബോധമുള്ളവരായിരിക്കാം. എന്തെന്നാൽ നാം ക്രോധത്തിനിരയാകണമെന്നല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിക്കണമെന്നാണ് ദൈവം നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിന്റെ ഈ അവസാനത്തെ ആ ഒരു പദം മാത്രം, ഒരു ഭാഗം മാത്രം ഒരിക്കൽ കൂടി ഊന്നി പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ പറയുന്നത് എങ്ങനെയാണ്? നാം ക്രോധത്തിനിരയാകണമെന്നല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിക്കണമെന്നാണ് ദൈവം നിശ്ചയിച്ചിട്ടുള്ളത്. നമ്മൾ ചുറ്റും നോക്കുമ്പോൾ എനിക്കറിയില്ല എത്രമാത്രം യേശു പറഞ്ഞു വാച്ച് ആൻഡ് പ്രേ. അന്ത്യനാളിന്റെ ആ ലക്ഷണങ്ങൾ കണ്ടു തുടരുമ്പോൾ വാച്ച്, എന്താണ് ചുറ്റും നടക്കുന്നതെന്ന് നിങ്ങൾ നോക്കുവിനെന്നാണ് യേശു പറഞ്ഞത്. വളരെ വളരെ മാറ്റങ്ങൾ അതിവേഗം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഇന്നായിരിക്കുന്നത്. ഈ COVID-19 എന്ന ആ സംഭവത്തിന് ശേഷം കഴിഞ്ഞ 5 വർഷ കാലഘട്ടം കൊണ്ട് പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിപ്പുണ്ട്. ബഹുഭൂരിപക്ഷം ആളുകൾക്കും വാസ്തവത്തിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് അറിയത്തു പോലുമില്ല. പക്ഷെങ്കില് വളരെ വേഗം, അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സസൂക്ഷ്മം നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം, നമ്മളിലൊക്കെ ഈ കഴിഞ്ഞ 5 വർഷ കാലഘട്ടങ്ങളിൽ പലവിധങ്ങളായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് അതിവേഗം ധൃതയോടെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, അതിവേഗം പല മാറ്റങ്ങളും പല സംഭവവികാസങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അതിവേഗത്തിലേക്ക് പല പ്രവചന നിവൃത്തികളിലേക്കും മനുഷ്യൻ കടന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. കർത്താവിന്റെ മടങ്ങി വരവും
സഭ കടന്നു പോവേണ്ടുന്ന ഒരു പീഡന കാലഘട്ടവും അതിനുശേഷമുള്ള കർത്താവിൻ്റെ സഭയെ എടുക്കലും കർത്താവിൻ്റെ 1000 ആണ്ട് വാഴ്ച, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് അതിവേഗം ഈ ലോകം നടന്നെടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അതിവേഗം നമ്മളൊക്കെ വിചാരിക്കുന്നതിനും മുൻപേ തന്നെ പല സംഭവ വികാസങ്ങളും നമ്മെ കാത്തിരിക്കുന്ന ഒരു ലോകത്താണ്. അപ്പൊ അതിൻ്റെയൊക്കെ ഒടുവിൽ വരാൻ പോകുന്ന ഒരു സംഭവമാണ് ഇദ്ദേഹം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, നമ്മള് ക്രോധത്തിനായി, ദൈവക്രോധത്തിനായി വിളിക്കപ്പെട്ടവരല്ല. അവിടെ പറയുന്ന ഇതാണ്, നാം ക്രോധത്തിനിരയാകണമെന്നല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിക്കണമെന്നാണ് ദൈവം നിശ്ചയിച്ചിരിക്കുന്നത്. ദ റാത്ത് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ക്രോധത്തിന്റെ ഒരു ദിവസം എന്ന് പറഞ്ഞ് ഇവിടെ പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ചുള്ള ചില വിവരണങ്ങൾ നമുക്ക് കാണാം. അവിടെ പറയുന്നത്, സ്വർഗത്തിൽ അരമണിക്കൂറോളം നിശബ്ദതയുണ്ടായി എന്നാണ്. ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും ദൈവം ചെയ്യുന്ന ദൈവത്തിന്റെ ഒരു ക്രോധ ദിവസത്തേക്കാണ് ഈ ലോകം അതിവേഗം പാഞ്ഞെടുക്കുന്നത് എന്നതാണ് വാസ്തവത്തിലുള്ള സത്യം. ദൈവത്തിന്റെ ക്രോധ ദിവസത്തിലേക്ക് അതിവേഗം പാഞ്ഞെടുക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഇതിന്റെ നടുവിൽ ദൈവം പറയുകയാണ്, പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എന്നാൽ നിങ്ങളോ, നിങ്ങൾ ദൈവക്രോധത്തിനിരയാകേണ്ടവരല്ല, പിന്നെയോ നിങ്ങൾ യേശു ക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിക്കേണ്ടവരാണ്. ആയതിനാൽ നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ, ഞാൻ ലജ്ജിക്കുന്നില്ലാത്ത, നമ്മിൽ രൂപാന്തരം വരുത്തുന്ന ആ ദൈവിക ശക്തിക്കായി നമുക്ക്, ആ ദൈവിക ശക്തിയുടെ പ്രവർത്തനത്തിനായി നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. അങ്ങനെ നമ്മിൽ ആ രൂപാന്തര പ്രവൃത്തി നടക്കുമ്പോൾ, ദിനംതോറും ആ രൂപാന്തര പ്രവൃത്തി നടക്കുന്നുവെന്ന് ഈ പറഞ്ഞ നെഹമ്യാവിനെ പോലെ, ആലയത്തെക്കുറിച്ച് എരിവും ആലയ നഗരത്തെക്കുറിച്ച് തീഷ്ണതയും ഉണ്ടായിരുന്ന ഈ നെഹമ്യാവിനെ പോലെ നമ്മുടെ ഈ ആലയത്തിന്റെ, അത് തന്നെയാണ് വിക്ടർ ബ്രദർ ആ മെസ്സേജിലും അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുന്നത്. അങ്ങനെയാണ്, നമ്മുടെ ആലയത്തിലാണ് നമ്മളിലാണ് നാം വാസ്തവത്തില് ഈ പ്രവൃത്തി ആദ്യം നേടിയെടുക്കേണ്ടത്. നമ്മുടെ ആ മതിലാണ് നമ്മൾ ആദ്യം പണിയേണ്ടുന്നത്. ആ നെഹമ്യാവിന്റെ പുസ്തകത്തിലും അത് തന്നെയാണ് കാണുന്നത്. ഓരോരുത്തരും അവനവന്റെ മുൻപിലുള്ള മതിലുകളാണ് ഓരോ കുടുംബങ്ങളും പണിത് ഒടുവിൽ അത് യെരൂശലേമിന്റെ നഗരത്തിന്റെ മതിലായി രൂപാന്തരപ്പെടുന്നത്. അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഞാൻ ബ്രദർ സൂചിപ്പിച്ചത് കൊണ്ട് പറയുകയാണ്, ഞാൻ പാലായില് ഈരാറ്റുപേട്ട തീക്കോയി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു കത്തോലിക്ക കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. ദൈവത്തിന്റെ കരുണയാൽ ദൈവവചനത്തെ, എൻ്റെ വെളിച്ചം എൻ്റെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുകയും അങ്ങനെ ഞാൻ യേശുവിനെ എൻ്റെ രക്ഷിതാവും നാഥനുമായി സ്വീകരിക്കുകയും CFCയിലാണ് ബ്രദർ സാക്കിൻ്റെ ഏതാനും മെസ്സേജുകൾ കേട്ടാണ് എൻ്റെ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത്. അങ്ങനെ ഞാൻ ആ സഭയോട് ബന്ധപ്പെട്ടായിരിക്കുന്നു. ഞാനും എൻ്റെ വൈഫും എൻ്റെ 2 കുഞ്ഞുങ്ങളും. അപ്പോൾ നിങ്ങളെ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി കാണുവാനും, പുതിയ മുഖങ്ങളുണ്ട്, പഴയ പരിചയമുള്ള സഹോദരങ്ങളുണ്ട്, എല്ലാവരെയും കാണുവാനും നിങ്ങളോടൊപ്പം ആയിരിക്കാനും ദൈവം നൽകിയ അവസരത്തിനായി നന്ദി പറയുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.